48 മണിക്കൂറായി ഇറാനെ വലം വെച്ചുകൊണ്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ നീങ്ങാൻ തുടങ്ങിയിട്ട്. എന്നാൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പ്രകമ്പനങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ സംഘർഷങ്ങളോ ഒന്നും ഇറാനിൽ സംഭവിച്ചിട്ടില്ല. അതേസമയം തന്നെ പശ്ചിമേഷ്യ അമേരിക്കൻ കേന്ദ്രങ്ങളിൽ വലിയ നിർണായകമായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ഇറാന്റെ അവസ്ഥ? ചെയ്തു രേഷ്മ, ഇപ്പോൾ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ, അതായത് ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളം അടക്കമുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിൽ നിർണായകമായ പല പരീക്ഷണ പറക്കലുകളും നടക്കുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഒരു സാധാരണഗതിയിൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഒരു സൈനിക നീക്കങ്ങളോ പരീക്ഷണങ്ങളോ അല്ല അൽ ഉദൈദ് എയർബേസ് അടക്കമുള്ളവയിൽ നടക്കുന്നത്. അവിടങ്ങളിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള നിർണായകമായ നീക്കങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ വിമാനങ്ങൾക്ക്, യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന പറക്കുന്ന പെട്രോൾ പമ്പുകൾ എന്ന് വിളിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് അത് വലിയ വിമാനങ്ങളാണ്, പടുകൂറ്റൻ വിമാനങ്ങൾ തന്നെയാണ്. ഈ ആകാശത്ത് വെച്ച് യുദ്ധവിമാനങ്ങൾക്ക് ഈ വലിയ വിമാനങ്ങൾക്കരികിലേക്ക് കൊണ്ടു നിർത്തിയാൽ ഈ വമ്പൻ വിമാനങ്ങളിൽ നിന്ന് യുദ്ധവിമാനങ്ങളിലേക്ക് ഇന്ധനം പകർന്നു കൊടുക്കാൻ കഴിയും. അതായത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾക്കാണ് ഇത്തരം ഭീമാകാരമായിട്ടുള്ള വിമാനങ്ങൾ, അതായത് KC-135 എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ഇത്രയും വലിയ വിമാനങ്ങൾ ഉപയോഗിക്കാറ്. ഈ വിമാനങ്ങൾ എന്ന് പറയുന്നത് നാളത്തേക്ക് ഒരു പ്രദേശത്ത് ഏതെങ്കിലും തരത്തിൽ യുദ്ധം നടക്കണമെങ്കിൽ അവിടങ്ങളിലേക്ക് എത്തിക്കുന്ന വലിയ വിമാനങ്ങളാണ്. ഈ വിമാനങ്ങൾ ഇപ്പോൾ ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയുടെ ഏറ്റവും കരുത്തുറ്റ F-15, F-16 പിന്നെ അത്യാധുനികമായിട്ടുള്ള F-35 സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്നിവയും ഇപ്പോൾ അൽ ഉദൈദ് എയർബേസിൽ അടക്കം വന്നിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ പല കേന്ദ്രങ്ങളിലും, അതായത് ഇറാനോട് അടുത്ത് നിൽക്കുന്ന പലയിടങ്ങളിലും ഇത്തരം വിമാനങ്ങളും അതുപോലെ തന്നെ ഈ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന അതിഭയാനകമായിട്ടുള്ള വലുപ്പത്തിൽ ഭീമാകാരനായിട്ടുള്ള വിമാനങ്ങളും വന്നിട്ടുണ്ട് എന്നാണ് വാർത്താ ഏജൻസികൾ നൽകുന്ന വിവരം. അതിൻ്റെ അർത്ഥം ഇറാന് പരിസരത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന അമേരിക്കൻ പടക്കപ്പലുകൾ ഏത് നിമിഷവും ഒരു ആക്രമണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ട്രംപിൻ്റെ കാര്യം. ട്രംപ് അതും ഇതും എപ്പോഴും മാറ്റിയും തിരിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുമായി ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ പൊടുന്നനെ ഒപ്പിച്ചു വയ്ക്കും. ഇത് നമ്മൾ കാണാറുള്ളതാണ്. ഇപ്പോൾ വെനസ്വേലയിലൊക്കെ സംഭവിച്ചത് വളരെ പെട്ടെന്നുള്ള ഒരു ഓപ്പറേഷനായിരുന്നു. അത് ദീർഘനാളത്തെ പ്ലാനിങ് ഉണ്ടായിരുന്നുവെങ്കിലും പൊടുന്നനെ കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവമായിരുന്നു. അപ്പോൾ സമാനമായ രീതിയിൽ ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടാകും, ഖാംനെയിയെ പിടിച്ചുകൊണ്ട് വരുമെന്നൊക്കെ അമേരിക്ക പറയുമ്പോൾ, അതേസമയം ഇത്തരം ചില നീക്കങ്ങൾ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അമേരിക്ക ഇതുവരെ ഈ പടക്കപ്പലുകൾ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഇറാനിലേക്ക് നടത്തിയിട്ടില്ല. ഈ പടക്കപ്പലുകളിലുള്ള യുദ്ധവിമാനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഇറാൻ്റെ വ്യോമാതിർത്തിയിലേക്ക് നടത്തിയിട്ടില്ല. പക്ഷേ ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ട് ഇറാൻ്റെ വ്യോമപാത വഴിയുള്ള സഞ്ചാരമൊക്കെ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങളൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വഴിമാറിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം ഉണ്ടായില്ല എന്നുള്ളത്, അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ഏത് നിമിഷവും ഒരു യുദ്ധത്തിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലേറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ കൂടി പറയാം. അതായത് ഇത്തരം ഈ വിമാനങ്ങൾ, പോർ വിമാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിൽ, പശ്ചിമേഷ്യയിലെ സൈനിക കേന്ദ്രങ്ങളിൽ സജ്ജമാക്കിയതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി അമേരിക്കയിലേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തിരിച്ചടിയെ ഭേദിക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാനിലേക്ക് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി അത്തരം വിമാനങ്ങൾക്ക് ഇന്ധനം നൽകാൻ വേണ്ടിയാണ് ഇത്തരമൊരു ഇന്ധനം നിറയ്ക്കുന്ന വലിയ വിമാനം കൊണ്ടു നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വാദം. അതായത് അത് അമേരിക്കയിലേക്ക് ആക്രമണം നടത്തുന്ന ഈ യുദ്ധവിമാനങ്ങൾക്ക് അതായത് ഈ ഇന്ധനം നിറയ്ക്കാൻ കൊണ്ടുവന്നിട്ടുള്ള ഭീമാകാരമായ വിമാനങ്ങൾ ഇറാനിലേക്ക് ആക്രമണം നടത്താൻ പോകുന്ന യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള എളുപ്പത്തിന് കൊണ്ടുവന്നതാണ് എന്നൊരു വാദമുള്ളതുപോലെ തന്നെ
തിരിച്ച് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കളത്തിലിറങ്ങുന്ന പ്രതിരോധ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വിമാനമാണ്, ഭീമാകാരൻ വിമാനങ്ങളാണ് വന്നത് എന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു യുദ്ധ സാധ്യത തള്ളിക്കളയാൻ കഴിയാത്ത വിധത്തിലേക്ക് അന്തരീക്ഷം മാറുന്നുണ്ട് എങ്കിലും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു കുലുക്കവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഇപ്പോഴും ഇറാൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇതുവരേക്കും എവിടെയാണ് ആയത്തുള്ള അലി ഖാംനെയി ഉള്ളത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇറാൻ്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നവർക്ക് കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇറാനെ ആക്രമിക്കുമ്പോൾ അത് ഏത് വിധത്തിലുള്ളതായിരിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നും അമേരിക്കയ്ക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആയത്തുള്ള അലി ഖാംനെയിയെ കീഴടക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോവുക, അല്ലെങ്കിൽ ഒരു ഘട്ടം കൂടി കഴിഞ്ഞ് അദ്ദേഹത്തെ വധിക്കുക എന്ന നിലപാടുകളൊക്കെ ഉണ്ടെങ്കിലും ഇദ്ദേഹത്തെ എവിടെയാണ് എന്നറിയാതെ ഇറാനിലേക്ക് കടന്നു കയറിയാൽ ഉദ്ദേശിച്ച കാര്യമൊട്ട് നടക്കുകയുമില്ല, കനത്ത തിരിച്ചടി കിട്ടുകയും ചെയ്യുന്നുള്ള അവസ്ഥയാകും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആയത്തുള്ള അലി ഖാംനെയി എവിടെയാണ് എന്നതിൻ്റെ ഒരു വിവരമെങ്കിലും കിട്ടാതെ അമേരിക്ക കടന്നു കയറില്ല. അങ്ങനെ പെട്ടെന്ന് ഒരു കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ ഒന്നിനും ഒരു കുറവ് വരരുതല്ലോ, അതിനുവേണ്ടിയാണ് ഇത്തരം സന്നാഹങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങോട്ട് കയറി അടിച്ചാൽ തിരിച്ചടി ഉറപ്പാണ്. ആ തിരിച്ചടിയെ പ്രതിരോധിക്കാൻ വേണ്ടി നേരത്തെ തന്നെ ഇത്തരത്തിൽ സംവിധാനങ്ങൾ സജ്ജമാക്കിയിരിക്കുകയാണ് എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പും അമേരിക്കയായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് അമേരിക്കയെ വാൺ ചെയ്തതാണ് ഇറാൻ. അതായത് ഇനി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി ഒന്നും നോക്കില്ല, തീർത്ത് കളയും എന്നുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഈ ഒരു സജ്ജീകരണങ്ങളോടെ പുതിയ രീതിയിലുള്ള യുദ്ധങ്ങൾക്ക് അമേരിക്ക ആഹ്വാനം ചെയ്യുമ്പോൾ ഒരുപക്ഷെ അത് ഇറാനെ ഭയപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഓലപ്പടക്കം കാട്ടി പേടിപ്പിക്കല്ലേ എന്ന രീതിയിലേക്ക് ഇറാൻ അതിനെ നോക്കിക്കാണുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് ഒന്നിനോടും ഒരു കൂസലില്ല എന്നുള്ളതാണ്. കാരണം ഇറാൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അവർ ഒന്നും പാതി വഴിക്ക് വെച്ച് പിന്മാറിയിട്ടുള്ളവരല്ല. അവർ പതുങ്ങിയിരുന്ന് ഗറില്ല വാർഫണ്ട് അടക്കം അത്തരം പല രീതികൾ പരീക്ഷിച്ച് ശത്രുവിനെ വീഴ്ത്തുന്ന വേട്ടക്കാരൻ തന്നെയാണ്. അതായത് അമേരിക്കയെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളും ആക്രമണത്തിനുള്ള സജ്ജീകരണങ്ങളും ഒക്കെ ഇറാൻ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അത് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നത് അമേരിക്കയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഭയന്നുപോയി, ഖാംനെയി എവിടെയോ ഒളിവിൽ പോയി, ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ തോറ്റു തുന്നം പാടും, ഇറാൻ പൂർണ്ണമായി അമേരിക്ക പിടിച്ചടക്കും തുടങ്ങിയ വാദങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. അത് ഇവിടുത്തെ പല മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും ഒക്കെ അന്താരാഷ്ട്ര കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഇരുന്ന് പറയുന്നതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യുദ്ധം തുടങ്ങുന്ന സമയം മുതൽ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. യുദ്ധ സാഹചര്യം തുടങ്ങിയ സമയം മുതൽ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇതെങ്ങും അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യമല്ല. ഇനി അമേരിക്ക യുദ്ധം എന്ന രീതിയിൽ ഒരു ആക്രമണം ഇറാനിലേക്ക് നടത്തിയാൽ അത് ഒരു ചരിത്ര സംഭവമായി മാറും. ചരിത്ര സംഭവം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള തിരിച്ചടി ആദ്യം കിട്ടുന്നത് ഇസ്രായേലിനായിരിക്കും, രണ്ടാമത് കിട്ടുന്നത് അമേരിക്കയ്ക്കുമായിരിക്കും. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല. കാരണം ഇറാൻ്റെ ഭരണകൂടം എന്ന് പറയുന്നത്, ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന് പറയുന്നത്, അവർ രക്തസാക്ഷിത്വത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ രക്തസാക്ഷിത്വമാണ് ഏറ്റവും വലുത് എന്ന് കരുതുന്ന ഒരു സേനാ വിഭാഗമാണ്. അല്ലെങ്കിൽ അവരുടെ IRGC ആയാലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന അവരുടെ സൈനിക വിഭാഗത്തിൻ്റെ ഉപസൈനിക വിഭാഗമാണെങ്കിൽ പോലും അവരൊക്കെ ഞങ്ങൾ പോരാടി മരിക്കാൻ തയ്യാറാണ്, ഒന്നുകിൽ പോരാടുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആപ്തവാക്യം നെഞ്ചോട് ചേർക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ ഇപ്പോൾ കൊന്നുകളയും, ഇപ്പോൾ ഇല്ലാതാക്കുമെന്നൊന്നും പറഞ്ഞ് അമേരിക്ക ഭയപ്പെടുത്തിയാൽ ഭയന്നു പോകുന്നവരല്ല അവർ. അതുകൊണ്ട് തന്നെ ഏതറ്റം വരെ പോയാലും പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും അവർ സജ്ജരാണ്. അത് നമ്മൾ കഴിഞ്ഞ ജൂണിൽ കണ്ടതാണ്. അമേരിക്ക ഇറാനിലേക്ക് ഇത്തരത്തിലൊരു ബങ്കർ ബസ്റ്റർ ബോംബ് പ്രയോഗിച്ചു. ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ ഇറാനിൽ പോയി അവിടെ ഇവിടെ എവിടെയൊക്കെയോ കുറേ ബോംബുകൾ ഇട്ടിട്ട് തിരിച്ചു വന്നു. 12 ദിവസം നീണ്ടു നിൽക്കുന്ന തിരിച്ചടിയാണ് ഇറാൻ കൊടുത്തത്. ആ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ആരുടെയും സഹായത്തോടു കൂടിയോ ആരുടെയും ഒത്താശയോടു കൂടിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പിൻബലത്തിലോ ഒന്നുമായിരുന്നില്ല. ഇറാൻ ഒറ്റയ്ക്ക് അവരുടെ കരുത്ത് പ്രകടമാക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് തന്നെയുള്ള തിരിച്ചടിയായിരുന്നു. ആ ഘട്ടങ്ങളിൽ പല ലോകരാജ്യങ്ങളും അമേരിക്കയോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംയമനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ചർച്ചയെക്കുറിച്ച് ഇറാനോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അന്ന് ഇറാൻ സ്വീകരിച്ച നയം, നിലപാടെന്ന്
എന്ന് പറയുന്നത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത വിധത്തിൽ തിരിച്ചടി കൊടുക്കുക. ഞങ്ങൾ ആരെയും ഭയക്കുന്നില്ല, ഒരു ഭയവുമില്ല, ഭയം എന്നുള്ളത് മരണത്തിന് സമാനമാണ് എന്ന നിലയിലാണ് ഇറാൻ തിരിച്ചടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ ഭയപ്പെടുമോ എന്ന രേഷ്മയുടെ ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. അവർ ഭയമില്ല എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ മണിക്കൂറിൽ പോലും ഇറാൻ്റെ ഭരണകൂടത്തിൻ്റെ ഭാഗമായി പല പ്രതിനിധികളും പറയുന്ന കാര്യം, ഇറാനിയൻ ചാനലുകളോടായാലും ഇറാനിന് പുറത്തുള്ള വാർത്താ ഏജൻസികളോടായാലും ഒക്കെ അവർ പ്രതികരിക്കുന്നത് ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, ഇതുവരെ ഞങ്ങൾക്ക് നേരെ ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഞങ്ങൾക്ക് നേരെ വന്നാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ്. ഇതാണ് ട്രംപിനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന, ട്രംപിനെ വിറപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ട്രംപിന് രക്ഷയില്ലാത്തൊരു, അല്ലെങ്കിൽ ട്രംപിന് ഏതെങ്കിലും തരത്തിൽ ഇറാൻ കീഴടങ്ങി എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഇറാൻ്റെ ഈ പോരാട്ട വീര്യം തന്നെയാണ്. അതുകൊണ്ട് ഏത് നിമിഷവും ഒരു യുദ്ധമെന്ന പ്രതീതി വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പശ്ചിമേഷ്യയിലെമ്പാടും വിമാനങ്ങൾ, അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ പറന്നു നടക്കുന്നുണ്ട്. അമേരിക്കയുടെ അതിഭയാനകമായ ഭീമാകാരന്മാരായ വിമാനങ്ങൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്. അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലുകൾ ഇറാൻ്റെ തീരങ്ങളുടെ പല ഭാഗങ്ങളിലായി, ഇറാൻ്റെ തീരമെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ കടൽ അതിർത്തിയോട് ചേർന്ന് പലയിടങ്ങളിലും അതിർത്തി ഭേദിക്കാൻ പോലും അമേരിക്ക ശ്രമിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇറാൻ തീരങ്ങളോട്, അല്ലെങ്കിൽ ഇറാൻ്റെ കടൽ അതിർത്തിയോട് ചേർന്നൊക്കെ പോകുന്നുണ്ട്, ചുറ്റിക്കറങ്ങുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതിനുള്ള കാരണം ഏറ്റവും പ്രധാനം, ഒന്ന് ഇറാൻ്റെ തിരിച്ചടി എത്രത്തോളം ഭീകരമായിരിക്കും എന്നുള്ള ഒരു ഭയം തന്നെയാണ്. രണ്ട്, ആയത്തുള്ള അലി ഖാംനെയിയെ കണ്ടെത്താൻ കഴിയാത്തതാണ്. ഇനി ആയത്തുള്ള അലി ഖാംനെയിയെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അപായപ്പെടുത്താനോ അല്ലെങ്കിൽ അത്തരമൊരു നീക്കമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു മഹായുദ്ധത്തിൻ്റെ സാഹചര്യം എന്ന നിലയിലേക്ക് മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു യുദ്ധഭീതി നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അത് സ്വമേധയാൽ തുടങ്ങാൻ, അല്ലെങ്കിൽ ഒരു യുദ്ധം തുടങ്ങി വെക്കുന്ന വിധത്തിലേക്ക് കടന്നാക്രമണം നടത്താൻ അമേരിക്ക തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. രേഷ്മ, ഈ പറയുന്നത് പോലെ തന്നെ പല തവണകളിലായിട്ട് ട്രംപ് പറയുന്ന നിലപാടുകൾ മാറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരം, അല്ലെങ്കിൽ ഇറാന്റെ അടുത്തേക്ക് ഇറങ്ങുമ്പോൾ അത്രയും ധൈര്യത്തോടെയാണ് അമേരിക്ക ഇറങ്ങുന്നത്. അതിന് പിന്നിൽ വേറെന്തെങ്കിലും ഒരു നേട്ടം ഒരു പക്ഷേ ട്രംപിന് കാണൂ? അല്ല, ട്രംപിന്റെ നേട്ടമെന്ന് പറയുന്നത്, ട്രംപിനെ സംബന്ധിച്ച് ഇപ്പം നിലവിൽ ഇറാന്റെ വിഷയത്തിൽ ഒരു നേട്ടവുമില്ല. ഇറാൻ ഭരണകൂടം അസ്ഥിരപ്പെട്ടാൽ, ഇറാനിൽ എന്തെങ്കിലും ആഭ്യന്തര കലാപം ഉണ്ടായി അവിടുത്തെ ഖാംനെയി ഭരണകൂടം, ആയത്തുള്ള ഭരണകൂടം താഴെ പോയാൽ, ഇറാനിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഭരണകൂടത്തെ കൊണ്ടുവന്ന് അവിടുത്തെ എണ്ണ നിക്ഷേപം അടക്കം സ്വന്തമാക്കി പശ്ചിമേഷ്യ പൂർണ്ണമായി പിടിച്ചടക്കി എന്ന ധൈര്യത്തിൽ ഇരിക്കാൻ കഴിയും ട്രംപിന്. കാരണം പശ്ചിമേഷ്യയിൽ ട്രംപിനെ വെല്ലുവിളിക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക ശക്തി എന്ന് പറയുന്നത് ഇറാൻ തന്നെയാണ്. മറ്റു പല അറബ് രാജ്യങ്ങളിലെയും തങ്ങൾക്കൊപ്പം നിർത്താനോ കരാറുകളിലൊക്കെ ഒപ്പിട്ട് തങ്ങളുടെ കൂടെ കൂട്ടാനോ, തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ശത്രുവിൻ്റെ ഭീഷണി ഇല്ലാതാകാൻ ഞങ്ങൾ കാരണമാകും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചങ്ങാതിമാരാക്കി നിർത്താനൊക്കെ ട്രംപിന് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രംപല്ല അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇറാൻ്റെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഉദ്ദേശിച്ചതൊന്നും നടപ്പായിട്ടില്ല. മുമ്പ് ഇറാഖ് യുദ്ധമുണ്ടായ സമയത്തും ഇറാനെ ഒന്ന് ചൊറിയാൻ നോക്കിയതാണ്, അല്ലെങ്കിൽ ഇറാനെ ഒന്ന് കൈവയ്ക്കാൻ നോക്കിയതാണ് അമേരിക്ക. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു കാരണവശാലും ഇറാൻ എന്ന് പറയുന്നത് ട്രംപിന് പിടിച്ചെടുക്കാനോ പിടികൂടാനോ ഒപ്പം നിർത്താനോ കഴിയുന്ന ഒരു മേഖലയല്ല എന്നുള്ളത് കൃത്യമായി അവർക്കറിയാം. അതുകൊണ്ട് ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കുക, അല്ലെങ്കിൽ യുദ്ധം, അധിനിവേശം എന്ന രീതിയിലൊക്കെ ആ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തുക, അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കി ആ രാജ്യത്തെ നശിപ്പിക്കുക, അതിനുശേഷം തങ്ങളുടെ അജണ്ട നടപ്പാക്കുക, ഇങ്ങനെയൊക്കെയാണ് അമേരിക്ക സ്വപ്നം കാണുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ടും, അതായത് അവിടെ ഒരു വലിയ ആഭ്യന്തര കലാപം ഉണ്ടാക്കി ഇപ്പോൾ ഖാംനെയി ഭരണം താഴെ വീഴുമെന്ന പ്രതീതി സൃഷ്ടിച്ചിട്ടും തങ്ങൾ ഉദ്ദേശിച്ചതൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല അമേരിക്കയ്ക്ക് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ട്രംപ് ഇറാന് മുന്നിൽ തോറ്റു തുന്നം പാടിയിരിക്കുകയാണ്. ഖാംനെയിക്ക് മുന്നിൽ മുട്ടുകുത്തി വീണിരിക്കുകയാണ്. ഒരു മാസത്തിലേറെയായി ഖാംനെയെയും ഇറാനെയും വിറപ്പിക്കുന്ന, വെല്ലുവിളിക്കുന്ന അമേരിക്കയ്ക്ക് അതിനപ്പുറം, ആ വാചക കസർത്തുകൾക്കപ്പുറം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇറാനാകട്ടെ ആഭ്യന്തര കലാപത്തെ അതിജീവിച്ച് അതിഗംഭീരമായി കരുത്താർജിച്ച് തിരിച്ചു വരികയും അമേരിക്കയെ നേർക്കുനേർ നോക്കി ആരുടെയും സഹായമില്ലാതെ വെല്ലുവിളിക്കുകയുമാണ്. ആ വെല്ലുവിളി തന്നെയാണ് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ നാണക്കേടാവുന്നത്, ട്രംപിന് വലിയ തിരിച്ചടിയാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമില്ലാത്തൊരു സാഹചര്യം, വെറും പേടിപ്പിക്കൽ നാടകങ്ങൾ മാത്രമാണ് നടക്കുന്നത് എങ്കിൽ അത് ട്രംപിന്
വലിയ തിരിച്ചടിയും നാണക്കേടുമായി തുടർന്നുള്ള കാലം മുഴുവൻ ട്രംപിനെ വേട്ടയാടും അത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ഗുണവും അതുകൊണ്ട് ട്രംപിനൊട്ട് ഉണ്ടാകാനും പോകുന്നില്ല. ഇനി യുദ്ധം ചെയ്ത് ഭയപ്പെടുത്തി പിടിച്ചെടുക്കാനാണ് നോക്കുന്നതെങ്കിൽ അവിടെയും ട്രംപിന് തിരിച്ചടിയായിരിക്കും. അവിടെയും ഒരു ഗുണവും ട്രംപിന് ഇറാനുമേൽ കാണിക്കുന്ന ഈ പരാക്രമം കൊണ്ട് ഉണ്ടാകില്ല ഒരിക്കലും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം.